നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പലരും വേൾഡ് കപ്പ് ക്വാളിഫയറിനുള്ള ബ്രസീൽ ടീമിന്റെ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ചില സുഹൃത്തുക്കൾ അങ്ങനെ കമന്റ് ബോക്സിൽ ചോദിക്കുകയും ചെയ്തു, ബ്രസീൽ ടീം പ്രഖ്യാപനം ഇന്നില്ലേ, പിന്നെ എന്താണ് വീഡിയോ വരാത്തത് എന്ന്. എന്നാൽ അറിയുക, ബ്രസീൽ ടീമിന്റെ പ്രഖ്യാപനം ഇന്നില്ല. അത് ഡൊറിവാൾ ജൂനിയർ അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അതിന് സുപ്രധാനമായൊരു കാരണമുണ്ട്. മറ്റൊന്നുമല്ല, യൂറോപ്യൻ ലീഗുകൾ ഇതാ ആരംഭിക്കുന്നു. ഇപ്പം ലാലിഗയും മറ്റുമൊക്കെ ആരംഭിച്ചു. ഇന്ന് പ്രീമിയർ ലീഗ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യ റൗണ്ട് മത്സരങ്ങൾ, യൂറോപ്യൻ ലീഗുകളിലെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ കൂടി വീക്ഷിച്ചതിന് ശേഷം ടീം പ്രഖ്യാപിക്കാനാണ് ഡൊറിവാൾ ജൂനിയർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ താരങ്ങളെല്ലാം കോപ്പ അമേരിക്ക കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിട്ട് യൂറോപ്പിൽ കളിക്കുന്ന താരങ്ങളൊക്കെ ഹോളിഡേയിലാണ്, വെക്കേഷനിലായിരുന്നു. പിന്നെ പ്രീ സീസണും ഒക്കെയാണ് കളിച്ചിരുന്നത്. കോമ്പറ്റീറ്റീവ് മത്സരങ്ങൾ കളിച്ചിട്ടില്ല. അപ്പോൾ കോമ്പറ്റീറ്റീവ് മത്സരങ്ങൾ ഇതാ ഈ വീക്കെൻഡിൽ ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് സ്ക്വാഡ് പ്രഖ്യാപിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. ഇതിലിപ്പോൾ സാങ്കേതികമായിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഫിഫയുടെ റൂൾ അനുസരിച്ച് ഒരു മത്സരത്തിനുള്ള കോളപ്പ് നടത്തേണ്ടത് മത്സരങ്ങളുടെ 15 ദിവസം മുമ്പാണ്. അപ്പോൾ അടുത്ത ആഴ്ചയുടെ തുടക്കത്തിലൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയുടെ മധ്യത്തിലൊക്കെ ആയിട്ട് സ്ക്വാഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൽ സാങ്കേതികമായിട്ട് മറ്റ് പ്രശ്നങ്ങളില്ല. എന്തായാലും ബ്രസീൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡൊറിവാൾ ജൂനിയർ സെലക്കാവോയുടെ കോളപ്പ് അടുത്ത ആഴ്ചയിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് യൂറോപ്യൻ ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിക്കുന്നു. അതിൻ്റെ ഫസ്റ്റ് റൗണ്ട് മത്സരങ്ങൾ കൂടി വീക്ഷിക്കാനാണ്. ഫിഫയുടെ റൂൾ അനുസരിച്ച് കോളപ്പ് മത്സരങ്ങളുടെ 15 ദിവസം മുമ്പ് നടത്തിയാൽ മതി. അതാണ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സമയമുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് അടുത്ത ആഴ്ചയിലേക്ക് അദ്ദേഹത്തിന് നീട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യ മത്സരം ബ്രസീൽ കളിക്കുന്നത് സെപ്റ്റംബർ 7 ഇന്ത്യൻ സമയം പുലർച്ചെ 6:15 ഇക്വഡോറുമായിട്ടാണ്. അതിനുശേഷം സെപ്റ്റംബർ 11 പുലർച്ചെ ഇന്ത്യൻ സമയം 6 മണിക്ക് ബ്രസീൽ പരാഗ്വേയുമായിട്ടും കളിക്കുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് വീണ്ടും എത്താം.